ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പശ്ചിമ ബംഗാൾ ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ്? രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസും വിവേകാനന്ദനും ഉദയം ചെയ്ത ഈ പുണ്യഭൂമി ഇന്ന് വാർത്തകളിൽ നിറയുന്നത് എന്തിന്റെ പേരിലാണ്? വിജ്ഞാനത്തിന്റെ മണ്ണായിരുന്ന ബംഗാൾ ഇന്ന് അഴിമതിയുടെയും ചോരയുടെയും വിളനിലമായി മാറിയത് എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തെ 25,000 അധ്യാപകരെ ഒരൊറ്റ ദിവസം കോടതിക്ക് പിരിച്ചുവിടേണ്ടി വന്ന സാഹചര്യം. സ്വന്തം വീട്ടിലെ റേഷൻ വിഹിതത്തിൽ പോലും 10,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന ഒരു ഭരണം. പരിവർത്തൻ അഥവാ മാറ്റം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മമതാ ബാനർജി ബംഗാളിനെ മാറ്റിയത് അഴിമതിയുടെ പാതാളത്തിലേക്കാണ്. അപ്പുറത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുമ്പോൾ, യുപിയും ഗുജറാത്തും വികസനത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുമ്പോൾ, ബംഗാളിലെ യുവാക്കൾക്ക് എന്തിനാണ് ഇന്നും തൊഴിൽ തേടി കേരളത്തിലേക്കും മറ്റ് ദൂരദേശങ്ങളിലേക്കൊക്കെ പലായനം ചെയ്യേണ്ടി വരുന്നത്? ജയലളിതയുടെ കാലശേഷം തമിഴന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ പണിക്ക് പോകുന്നത് നിർത്തിയെങ്കിൽ എന്തുകൊണ്ട് മമതയുടെ 15 വർഷത്തെ ഭരണത്തിന് ശേഷം ബംഗാളികൾക്ക് അത് സാധിക്കുന്നില്ല? ബംഗാളിലെ ഈ അഴിമതി രാഷ്ട്രീയത്തിന്റെ ഞെട്ടിക്കുന്ന അണിയറ കഥകളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം എങ്ങനെ ദീദിയുടെ ഉറക്കം കെടുത്തുന്നു എന്നതിനെ കുറിച്ചുമുള്ള ഒരു സമ്പൂർണ്ണ വിവരമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ചരിത്രവും അതിന് പിന്നിലെ ചില സത്യങ്ങളും, ഞെട്ടിക്കുന്ന സത്യങ്ങൾ. ബംഗാൾ ഇന്ന് അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുന്നു. സാധാരണക്കാരന്റെ നികുതി പണം എങ്ങനെയാണ് തൃണമൂൽ നേതാക്കളുടെ പോക്കറ്റുകളിലേക്ക് ഒഴുകുന്നത് എന്ന് നമുക്ക് അക്കമിട്ട് നിരത്താം. ഏറ്റവും ക്രൂരമായ അഴിമതി നടന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. അർഹരായ ഉദ്യോഗാർത്ഥികളെ പുറന്തള്ളി പണം നൽകിയവർക്ക് മാത്രം ജോലി നൽകി. അഴിമതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്നറിയാൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ വിധി മാത്രം നോക്കിയാൽ മതി. 25,000-ഓളം അധ്യാപകരുടെ നിയമനമാണ് റദ്ദാക്കപ്പെട്ടത്. മമതയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെയും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ അർപ്പിത മുഖർജിയുടെയും വീടുകളിൽ നിന്നും ഇഡി പിടിച്ചെടുത്തത് 50 കോടിയിലധികം രൂപയാണ്. വെറുമൊരു മന്ത്രിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇത്രയും കോടികൾ കുന്നുകൂടണമെങ്കിൽ ആ ഭരണയന്ത്രം എത്രത്തോളം അഴിമതിയിൽ മുങ്ങിയിട്ടുണ്ടാകും? യോഗ്യതയുള്ള പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കരയുമ്പോൾ കോടികൾ വാങ്ങി ഇഷ്ടക്കാർക്ക് ജോലി നൽകിയ മമതാ സർക്കാർ ബംഗാളിലെ ഒരു തലമുറയുടെ ഭാവിയാണ് തകർത്തത്. റേഷൻ കടകൾ വഴി പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ധാന്യങ്ങൾ കരിഞ്ചന്തയിൽ മറച്ചുവിറ്റ് 10,000 കോടി രൂപയാണ് തൃണമൂൽ നേതാക്കൾ തട്ടിയെടുത്തത്. ഭാരത സർക്കാർ പാവപ്പെട്ടവർക്കായി നൽകുന്ന സൗജന്യ റേഷൻ പോലും അടിച്ചു മാറ്റുന്ന ഈ മനസാക്ഷിയില്ലാത്ത ഭരണം എത്ര കാലം തുടരും? മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജ്യോതി പ്രിയ മല്ലിക് ഇന്ന് ജയിലിലാണ്. പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ കേന്ദ്രം അയക്കുന്ന പണം സ്വന്തം ആഡംബരത്തിന് ഉപയോഗിക്കുന്ന മമതയുടെ പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ നിക്ഷേപമാണ് ശാരദ, റോസ് വാലി, ചെട്ടി തട്ടിപ്പുകളിലൂടെ തൃണമൂൽ നേതാക്കൾ വിഴുങ്ങിയത്. 17,000 കോടിയുടെ റോസ് വാലി തട്ടിപ്പും 2,500 കോടിയുടെ ശാരദ തട്ടിപ്പും ബംഗാളിലെ കുടുംബങ്ങളെ തെരുവിലാക്കി. 100-ലധികം പേരാണ് ആത്മഹത്യ ചെയ്തത്. തൃണമൂൽ എംപിമാരായ താപസ് പാൽ, സുദീപ് ബന്ദോപാധ്യായ, കുനാൽ ഘോഷ് തുടങ്ങിയവർ ഈ കേസുകളിൽ പ്രതികളായി. മമതയുടെ സ്പോൺസർഷിപ്പോടെ നടന്ന ഈ തട്ടിപ്പുകൾ ബംഗാളിലെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കളഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി അനധികൃതമായി കന്നുകാലികളെ കടത്തുന്നതിന് തൃണമൂൽ നേതാക്കൾ ഒത്താശ ചെയ്യുന്ന വിവരം CBI പുറത്തു കൊണ്ടുവന്നു. മമതയുടെ വലങ്കൈ അനുബ്രത മൊണ്ടാൻ ഈ കേസിൽ ഇന്ന് ജയിലിലാണ്. അതുപോലെ തന്നെ ഈസ്റ്റേൺ കോൺഫീൽഡ് ലിമിറ്റഡിന്റെ ഖനികളിൽ നിന്നും കൽക്കരി മോഷ്ടിച്ച് വിൽക്കുന്ന മാഫിയയ്ക്ക് മമതയുടെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ്. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി ഈ കേസിൽ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നു. ബംഗാളിൽ ഇന്ന് ജനാധിപത്യമില്ല, ഗുണ്ടാഗ്രസിയാണ് നടക്കുന്നത്. CPM വർഷങ്ങളോളം ചെയ്ത അക്രമ രാഷ്ട്രീയം അതിന്റെ 10 ഇരട്ടി വേഗത്തിൽ തൃണമൂൽ തുടരുകയാണ്. ബൈക്ക് ബ്രിഗേഡ്. തൃണമൂലിന്റെ ഗുണ്ടകൾ ബൈക്കുകളിൽ പാഞ്ഞു നടന്ന് പ്രതിപക്ഷ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം 40-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജനാധിപത്യം അടിച്ചമർത്തപ്പെടുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ എന്നോ മാറിയിരിക്കുന്നു. അതുപോലെയാണ് സന്ദേശ് ഗാലിയിൽ നമ്മൾ കണ്ടത് ലോകം ഞെട്ടിയ ക്രൂരതകളാണ്. സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്ത തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിച്ചത് നാണക്കേടാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ പീഡനങ്ങൾ നടന്നത്. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി മൂലം കെട്ടിടങ്ങൾ നിന്ന നിൽപ്പിൽ തന്നെ തകർന്നു വീഴുന്നു. പൈസ കെട്ട് നൽകിയാൽ ആർക്കും എവിടെയും എന്തും നിയമവിരുദ്ധ നിർമ്മാണവും നടത്താമെന്നൊരവസ്ഥയാണ്. എന്തിനാണ് ഇത്രയേറെ അഴിമതികൾ ഉണ്ടായിട്ടും മമത ജയിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം അപകടകരമായ പ്രീണന രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ മമത തന്റെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നു. അവർക്ക് തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡുകളും നൽകി വോട്ടർമാരാക്കുന്നു. വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ 61 ലക്ഷം പേർ പുറത്തായത് ഇതിന്റെ വലിയ തെളിവാണ്.
രാജ്യസുരക്ഷയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി മമത നടത്തുന്ന ഈ നീക്കം ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ ഭീഷണിയാണ്. മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി മമത ഹൈന്ദവ ആചാരങ്ങളെ ഹനിക്കുന്നു. ദുർഗാപൂജ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുഹറം ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയത് ബംഗാളിലെ ഹിന്ദുക്കളുടെ വികാരമാണ് വ്രണപ്പെടുത്തിയത്. പള്ളി ഇമാമുമാർക്ക് ഖജനാവിൽ നിന്നും പണം നൽകുമ്പോൾ ഹിന്ദു പൂജാരിമാരെ അവഗണിക്കുന്നു. ഐക്യശ്രീ പോലെയുള്ള സ്കോളർഷിപ്പുകൾ ഒരു വിഭാഗത്തിന് മാത്രമായി നൽകുന്നത് എന്തുതരം നീതിയാണ്? ഇവിടെയാണ് നരേന്ദ്രമോദിയുടെയും BJPയുടെയും പ്രസക്തി വർദ്ധിക്കുന്നത്. ഭാരതം ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ ബംഗാൾ മാത്രം പിന്നോട്ട് പോകുന്നതാണ് ഇതിന്റെ എല്ലാം കാരണം. UPയിൽ യോഗി ആദിത്യനാഥിന്റെ കീഴിൽ വികസന കുതിപ്പ് നടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എന്നാൽ ബംഗാളിൽ വികസനം എന്നാൽ അഴിമതിയാണ്. അവിടെ അഴിമതി മാത്രമേയുള്ളൂ. മോദി സർക്കാർ കൊണ്ടുവന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ബംഗാളിൽ നടപ്പിലാക്കാൻ മമത സമ്മതിക്കുന്നില്ല. പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതി തടയുന്നത് എന്തിനു വേണ്ടിയാണ്? മോദിക്ക് ജനപ്രീതി കൂടുമെന്ന ഭയമാണോ ദീദിക്ക്? കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പോലും ബംഗാളിൽ തടസ്സപ്പെടുത്താൻ മമത ശ്രമിച്ചു. കേന്ദ്രം നൽകുന്ന പണം നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിൽ എത്തിയാൽ ഇടനിലക്കാരായ തൃണമൂൽ നേതാക്കൾക്ക് പൈസ കിട്ടില്ല. ഇതായിരുന്നു യഥാർത്ഥ കാരണം. മമതയുടെ കരുത്ത് സ്ത്രീകളാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ലക്ഷ്മീർ ഭണ്ഡാർ പോലെയുള്ള പദ്ധതികളിലൂടെ 1000 രൂപ നൽകി സ്ത്രീകളെ വശത്താക്കാൻ നോക്കുകയാണ്. എന്നാൽ സന്ദേശ് ഗാലിയിലെ അമ്മമാരുടെ കണ്ണീര് മമത കണ്ടില്ല. വെറും 1000 രൂപ നൽകി സ്ത്രീകളുടെ അന്തസ് വാങ്ങാമെന്നാണോ ദീദി കരുതുന്നത്? യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം നടക്കുന്നത് മോദി സർക്കാരിന് കീഴിലാണ്. മുത്തലാഖ് നിരോധിച്ചതിലൂടെ മുസ്ലിം സഹോദരിമാർക്ക് നീതി നൽകി. അതുപോലെ തന്നെയാണ് ഏക സിവിൽ കോഡും. ഉജ്ജ്വല യോജനയിലൂടെ കോടിക്കണക്കിന് വീടുകളിൽ ഗ്യാസ് എത്തിക്കുന്നു. ജൽജീവൻ മിഷനിലൂടെ വീട്ടുപടിക്കൽ വെള്ളം എത്തിക്കുന്നു. മുദ്ര ലോണിലൂടെ സ്ത്രീകളെ സംരംഭകരാക്കി. ബംഗാളിലെ സ്ത്രീകൾക്ക് ഈ മാറ്റം എല്ലാം തിരിച്ചറിയുന്നുണ്ട്. വെറും കമ്മീഷൻ രാഷ്ട്രീയത്തിന് അവർ ഇനിയും വഴങ്ങില്ല. ഒരു കാലത്ത് വികസിതമായിരുന്ന ബംഗാളിലെ ജനങ്ങൾ ഇന്ന് തൊഴിൽ തേടി കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ജയലളിത കൊണ്ടുവന്ന വികസന പദ്ധതികൾ കാരണം തമിഴന്മാർ ഇന്ന് പുറം നാടുകളിൽ പണിക്ക് പോകുന്നത് നിർത്തിയിരിക്കുകയാണല്ലേ. എന്നാൽ മമതയുടെ ബംഗാളിൽ വ്യവസായങ്ങളില്ല. അതെന്താണെന്ന് പോലും അറിയില്ല. പുതിയ തൊഴിലവസരങ്ങളില്ല. ഉള്ള വ്യവസായങ്ങൾ പോലും ഗുണ്ടാ പിരിവ് കാരണം പൂട്ടിക്കെട്ടുന്നു. ടാറ്റയെ സിംഗൂരിൽ നിന്നും ഓടിച്ച മമത ബംഗാളിലെ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് തകർത്തത്. നരേന്ദ്രമോദിക്ക് മാത്രമേ ബംഗാളിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനും യുവാക്കൾക്ക് തൊഴിൽ നൽകാനും സാധിക്കൂ. അതുതന്നെയാണ് കേരളത്തിലും. പശ്ചിമ ബംഗാൾ ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ്. ഒരു വശത്ത് അഴിമതിയും ഗുണ്ടായിസവും പ്രീണനവും മുഖമുദ്രയാക്കിയ ബംഗാളിനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, മറുവശത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയെ ലോക ഗുരുവാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP. ബംഗാൾ മാറ്റം ആഗ്രഹിക്കുന്നു. അത് കേവലം ഒരു മുഖ്യമന്ത്രിയെ മാറ്റലല്ല, മറിച്ച് അഴിമതിയുടെ സംസ്കാരം തുടച്ചു നീക്കലാണ്. സോനാർ ബംഗാൾ അഥവാ സുവർണ ബംഗാൾ എന്ന മോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സമയമായി. അഴിമതിയുടെ ഈ കൂരിരുട്ടിൽ നിന്നും വികസനത്തിന്റെ വെളിച്ചത്തിലേക്ക് ബംഗാളിനെ നയിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കേരളവും ബംഗാളും തമ്മിലുള്ള സാമ്യം എല്ലാവരും അറിയട്ടെ. എന്തായാലും അഴിമതിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ശബ്ദിക്കുക തന്നെ വേണം. എങ്ങനെ? നമ്മുടെ വോട്ടുകളിലൂടെ. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.